ആര്യൻ വരുമ്പോ അനുമോൾക്ക് വേറൊരു കളിയാണ്, ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ടുള്ള ഒരു കളിയാണ് അനുമോൾക്ക്. യെസ്, ഒരു ഫ്ലേട്ടിങ് പോലെയൊക്കെ അതെ അതെ എന്ന് ഉടനെ ജിസേല് പറയുന്നു. സംസാരിക്കുന്നത് അനുമോളെ പറ്റിയും ആര്യനെ പറ്റിയുമാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇവരെ സംസാരിക്കുന്നുണ്ട് ഇവരെ പറ്റി തന്നെ. അനുമോൾ ഒരു സത്യസാവിത്രിയാണ്, മോഡേൺ കുലസ്ത്രീയാണ്. അവള് പെർഫെക്റ്റ് ആണെന്ന് അവൾക്ക് പുറത്തേക്ക് കാണിക്കണം. അതിനായിട്ട് അവൾ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. ഇവിടെ ഒരു ലോയൽ ഫ്രണ്ട് ഇല്ല അവൾക്ക്, അനുമോൾക്ക്. ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ളവരോട് അവൾക്ക് ക്ലോസ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, എന്നോടാണ് പ്രശ്നം, ഞാനാണ് പ്രോബ്ലം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജിസേൽ നമ്മുടെ ആദിലയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ എന്താണ്, അനുമോൾ ഒരു ഹിപ്പോക്രറ്റ് ആണ് എന്ന് ആദില പറയുന്നുണ്ട്. അതേപോലെ അനുമോളും ആര്യനും ലവ് ട്രാക്ക് എടുക്കുന്നത് പോലൊരു സംഭവമാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് ആദില പറയുന്നുണ്ട്. ഇത് അനുമോളോട് പറഞ്ഞ സമയത്ത് ഏജ് ഡിഫറൻസിനെ പറ്റിയൊക്കെ പറഞ്ഞ് അനുമോൾ എക്സ്ക്യൂസ് അടിച്ചു എന്നും അങ്ങനെയൊന്നും ഇല്ലെന്നും ഒക്കെ അനുമോൾ പറഞ്ഞതായിട്ടൊക്കെ അതില ജിസേലിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതേപോലെ എന്താണ്, ശൈത്യ അനുമോൾക്കൊരു യെസ് മാം ആണ്, ഒരു PA ആണെന്നുള്ള രീതിയിലൊക്കെ ജിസേൽ സംസാരിക്കുന്നുണ്ട്. നല്ല ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രം ജസ്റ്റ് ഇങ്ങനെ കൂടെ നിർത്തിയിരിക്കുന്നതാണെന്ന് ജിസേൽ പറയുന്നു. അനുമോളെ പറ്റി പറഞ്ഞു കഴിഞ്ഞ് ഇവരുടെ നോമിനേഷൻസ് ചർച്ചയാവുന്നുണ്ട്. നൂറയ്ക്ക് അത്രയും നോമിനേഷൻസ് വന്നത് ഷോക്ക്ഡ് മീ. ഷീ ഈസ് ദ മോസ്റ്റ് ഡീസന്റ് പേഴ്സൺ ഇൻ ദ ഹൗസ് എന്നൊക്കെയാണ് ജിസേൽ പറയുന്നത് നൂറയെ പറ്റി. നൂറ അവിടെ ഇരിപ്പുണ്ട്. ഒനീലിനെ ടാർഗറ്റ് ചെയ്തത് ആ ഒരു ഫൈറ്റ് കാരണമാണ് എന്നും അതേപോലെ രേണു ഡസ് നോട്ട് വോണ്ട് ടു ബി ഇൻ ദ ഗെയിം, അവള് പോട്ടെ എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട് ആദിലയുടെ അടുത്ത്. നിങ്ങൾ രണ്ടുപേരും ഫേമസ് ആണ് കേരളത്തിൽ, അതുകൊണ്ട് നിങ്ങൾ പുറത്താവില്ല എന്ന് ജിസേൽ പറയുന്നുണ്ട് ആദിലയുടെയും നൂറയുടെ അടുത്ത്. പിന്നെ അവർക്ക് ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചെവി തുറന്നിരിക്കണം, പല കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. ജിസേലിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതായിരിക്കാം. അപ്പാനിഷത്തും അക്ബറും പുറത്ത് നല്ല സപ്പോർട്ട് ഉള്ളവരാണെന്നൊക്കെ ആണ് കേട്ടോ നമ്മുടെ ആദില ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ജിസേലിന്റെ അടുത്ത്. ഇതൊക്കെ ആയിരുന്നു ഇവരുടെ ചർച്ചകൾ. ഇപ്പോഴും ലൈവിൽ ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10-15 മിനിറ്റ് നീണ്ടു നിന്നൊരു ചർച്ചയാണ്. അതിന്റെ മേജർ കാര്യങ്ങളൊക്കെ കവർ ചെയ്തെന്നാണ് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.